This is a clear case of contempt. If they അവരത് ഈ ഓർഡർ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടംപ്റ്റ് ആവും. കോടതി ഇപ്പോൾ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്, ഓപ്പറേറ്റീവ് പോർഷനിൽ വളരെ വ്യക്തമാണ്. പിന്നെ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ സ്ട്രാറ്റജിയാണ് സത്യത്തിൽ ഈ കേസിനെ ജയിപ്പിച്ചത് ടി പി സെൻകുമാറിന് വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം പറയുകയും ചെയ്തു, കാറ്റിലും ആണെങ്കിലും ഹൈക്കോർട്ടിലാണെങ്കിലും എടുക്കേണ്ട കണ്ടൻഷൻസ് പലതും എടുക്കാൻ പറ്റാതെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജൈസിങ് പൊസിഷനിലാണ് സത്യത്തിൽ ടി പി സെൻകുമാർ ജയിച്ചത്. ദാറ്റ് മെറിറ്റ് ഷുഡ് ഗോ ടു ഹാരിസ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇപ്പോഴും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കേസ് നടത്തിയപ്പോൾ അവർക്ക് പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നടത്തിയപ്പോൾ. ഇനിയും അവർ കൂടുതൽ പാളിച്ചകളിലേക്ക് പോകാതെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കംപ്ലൈ ചെയ്ത് അവരുടെ ഫേസ് സേവിങ് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ കൂടുതൽ കോടതിയുടെ അടി മേടിക്കാൻ അങ്ങോട്ട് നേരിട്ട് ചെല്ലാതെ ഈ ജൂൺ വരെയെങ്കിലും അദ്ദേഹത്തിനെ സഹിക്കുക. ഈസ് നോട്ട് എ ബാഡ് ഓഫീസർ. ഇന്ന് ഉള്ള ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് എങ്കിലും കുറച്ചുകൂടെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടായിരിക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. അവരത് പോവാതെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ഓർഡർ കംപ്ലൈ ചെയ്യണമായിരിക്കും അവർക്ക് ഫേസ് സേവിങ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ സി ആർ നീലകണ്ഠൻ, താങ്കൾക്ക് കേൾക്കാമോ സാർ? ശ്രീ സി ആർ, ഇവിടെ രാഷ്ട്രീയമായ നിലപാടുകളുള്ളയാളാണ് സെൻകുമാർ എന്ന് പിണറായി വിജയൻ പറയുക. എങ്ങനെ? പ്രതിപക്ഷത്തെക്കാൾ ശക്തമായ രാഷ്ട്രീയ നിലപാട്. പ്രതിപക്ഷത്തുള്ളവരോടല്ല ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹം രാഷ്ട്രീയ നിലപാട് മാറ്റി BJPയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെ അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരാളായി ഇദ്ദേഹത്തെ ചിത്രീകരിക്കുക. ഇദ്ദേഹം ഓരോ ഘട്ടത്തിലും നിയമയുദ്ധം നടത്തുന്ന സമയത്താണത്. ഇദ്ദേഹത്തിന് പ്രതികരിക്കാനും കഴിയില്ല. ആ പരിമിതിയെ ഒരു സാധ്യതയായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം അധികാരം വെച്ചുകൊണ്ടെടുത്ത തീരുമാനത്തെ സ്വയം നീതീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മറുവശത്ത് അദ്ദേഹം രാഷ്ട്രീയം കൽപ്പിച്ചു കൊടുക്കുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ രൂപത്തിൽ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അവസാനം കോടതി പറയുകയാണ് ഇത് തെറ്റായ നടപടിയായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയമായ തീരുമാനത്തെ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ തന്നെ ഒരു തിരിച്ചടിയായി പിണറായി വിജയൻ ഉൾക്കൊള്ളുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ഇതൊരു സർവീസ് കേസ്, അത് ആ രൂപത്തിൽ വ്യക്തത വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ ഇനി അത്തരം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കോടതിയിൽ വന്ന തിരിച്ചടിയെ മറികടക്കാം എന്ന അടുത്ത രാഷ്ട്രീയ നീക്കത്തിനുള്ള ശക്തിയായി ഇതിനെ കാണുമോ? ഇത് ഒരു കേവലം ഒരു സർവീസ് കേസ് എന്ന അർത്ഥത്തിൽ ഇതിനെടുക്കാൻ പറ്റില്ല. വേണു തന്നെ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഏത് ഗവൺമെൻറ്റിന് രാഷ്ട്രീയമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം നമുക്ക് ഏത് തരത്തിൽ പ്രയോഗിക്കണം എന്നിടത്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ഇരിക്കുന്നത്. രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള പ്രറോഗേറ്റീവ്, ഇതിലെ പ്രധാന ചോദ്യം അതാണ്. രാഷ്ട്രീയ പ്രറോഗേറ്റീവ് ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽ പ്രയോഗിക്കുമ്പോൾ അതിന് വേണ്ട ചട്ടങ്ങൾ, വട്ടങ്ങൾ എല്ലാം ഉണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അത് പാലിക്കാതിരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ പാലിക്കാതിരിക്കുന്നതിന് പറഞ്ഞ ന്യായങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരമ അബദ്ധങ്ങളായിരുന്നു. ആ അബദ്ധങ്ങളായിരുന്നത് അത് രാഷ്ട്രീയ അബദ്ധമാണ്. ഇത് കേവലമായൊരു നടപടിക്രമങ്ങളുടെ പ്രശ്നം മാത്രമല്ല, അത് രാഷ്ട്രീയബദ്ധമായത് എങ്ങനെയാണ്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ തന്നെയാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്നും പറയണ്ട, ഇതിനെ മാറ്റുന്നു, ഇദ്ദേഹം കേസിന് പോകുന്നു, കേസ് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? മുഖ്യമന്ത്രി ഡിഫൻസ്ലെസ് ആയ ഒരു ഉദ്യോഗസ്ഥനോട്, പ്രത്യേകിച്ചും സർക്കാർ സർവീസിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ എന്ത് നേരിടുന്നു വ്യക്തിപരമായി കൂടി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിൽ പറയുന്നു, നമുക്കൊന്നും പബ്ലിക്കിനോട് പറയാൻ പറ്റില്ല, നമുക്കതിനുള്ള അവകാശമില്ല. എന്നാൽ മറുവശത്ത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇദ്ദേഹത്തിന് എന്തും പറയാം. ആ അർത്ഥത്തിൽ ഒരു ഡിഫൻസ്ലെസ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് കോടതി മാത്രമാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു നിയമപ്രശ്നമല്ല. നിയമപ്രശ്നം ഇതിൻ്റെ അപ്പുറത്തുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കും ഇതുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടി ഇനി വന്നാലും അവർക്കും ഇത് ബാധകമാണ്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് ഇതിൽ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ ഇത് മുഖം രക്ഷിക്കാൻ ഞങ്ങൾ നിയമം പാലിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ കേരളത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന പോലീസിനെ എന്തെങ്കിലും തരത്തിൽ സെൻകുമാറിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആർത്ഥത്തിലും ചെയ്യാം. കാരണം ഇപ്പോൾ ഇതിലൊരു പ്രശ്നം കൂടിയിട്ട് വേണം. കേവലം കഴിഞ്ഞ ഒരു നിയമപ്രശ്നം മാത്രമല്ല, ഈ കേസിൻ്റെ ചർച്ചയ്ക്കിടയിൽ
ഉയർന്നു വന്ന വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്ത തരത്തിൽ പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മഹിജയുടെ കേസ് ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന ചോദ്യം വന്നു. അതിൻ്റെ വിശദാംശങ്ങളല്ല, പക്ഷേ അതുകൂടി വരുമ്പോൾ തീർച്ചയായും ഇത് രാഷ്ട്രീയമായ അടിയാണ്. ഇതിനെങ്ങനെ നേരിടും? 7 ഉപദേഷ്ടാക്കളുണ്ടപ്പോൾ ഉപദേഷ്ടാക്കൾ എന്താ ഉപദേശിക്കാമെന്ന് എനിക്കറിയില്ല. ഉപദേഷ്ടാക്കളെ ഒഴിവാക്കി രാഷ്ട്രീയമായി സത്യസന്ധമായി ചിന്തിക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് എടുക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരാണോ ഇപ്പോൾ CPM എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ആണെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് സർവീസ് കേസായി ഇനി ഉണ്ടാതിരുന്നാൽ ഇത് സർവീസ് കേസാണ്, ഇനിയും രാഷ്ട്രീയമാക്കരുത് എന്നാണ് എനിക്കുള്ള അഭിപ്രായം. അങ്ങനെ ചെയ്യുമെന്നാണ് ബുദ്ധിപൂർവമായ എൻ്റെ ഒരു തോന്നൽ. ശരി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, 3 ചോദ്യങ്ങൾ. ഒന്ന്, സർക്കാർ വീണ്ടും കോടതിയിലേക്ക് ഇതിൻ്റെ വ്യക്തത തേടി പോവുകയാണ് എങ്കിൽ ജൂൺ 30 വരെയുള്ളൂ സെൻകുമാറിൻ്റെ കാലാവധി. ഈ വിധിയുടെ സത്ത, അത് നൽകുന്ന നീതി, അതൊരർത്ഥത്തിൽ ഈ സമയക്കുറവ് കാരണം നഷ്ടപ്പെടുന്നതിന് തുല്യമാകില്ലേ സെൻകുമാറിന്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ തന്നെ ഏതാണ്ട് അദ്ദേഹത്തിന് 2 വർഷം എന്ന് പറയുന്ന സമയപരിധി ആയിക്കഴിഞ്ഞുവെന്നും അപ്പോൾ കുറച്ചുകൂടി ഈ നിയമയുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ ആ ആനുകൂല്യത്തിൽ നിന്ന്, അതിൻ്റെ അർഹതയിൽ നിന്ന് സെൻകുമാറിനെ മാറ്റാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതലയുള്ള DGP ആക്കാതിരിക്കാൻ കഴിയും എന്ന ബുദ്ധി സർക്കാർ സ്വീകരിക്കുമോ? മൂന്നാമത്തേതും അവസാനത്തേതുമായ ചോദ്യം, സായുധ പോലീസ് ബറ്റാലിയൻ എന്നും ക്രമസമാധാന ചുമതലയുള്ളതെന്നും പോലീസിനെ തന്നെ 2ആയി വിഭജിച്ചുകൊണ്ട് ഈ ബറ്റാലിയൻ്റെ ചുമതലയിലേക്ക് സെൻകുമാറിനെ കൊണ്ടുവരിക, ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ബഹ്റയെ തന്നെ നിലനിർത്തുക, ഇങ്ങനെയുള്ള പല പോംവഴികൾ വന്നാൽ അതെവിടെ ചെന്ന് നിൽക്കും? വേണു, ഒന്നാമത് ഈ വിധിയിൽ ഒരു അവ്യക്തതയും ഞാൻ നോക്കിയിട്ടില്ല. ആ അവ്യക്തതയുണ്ടെങ്കിൽ അത് സെൻകുമാറിനെ സംബന്ധിച്ചുള്ളൊരു അവ്യക്തതയാണ്. കാരണം ഈ കേസിന്റെ വാദം നടക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ വേണു പറഞ്ഞതുപോലെ അദ്ദേഹത്തിനുള്ള 2 വർഷത്തെ ഫിക്സഡ് ടെന്യൂറിൽ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റിയത്. അപ്പോൾ സുപ്രീം കോടതിയുടെ നേരത്തെ വിധിയായ പ്രകാശ് സിംഗിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന തീയതി നോക്കാതെ തന്നെ അദ്ദേഹത്തിന് 2 വർഷത്തെ ടെന്യൂർ കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ പ്രകാശ് സിംഗിലെ വിധിയിലൂടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ആക്ടിന്റെ 2011 കേരള പോലീസ് ആക്ടിൽ പക്ഷേ അതിനകത്ത് പറയുന്നുണ്ട് ഈ 2 വർഷത്തെ കാലാവധിക്ക് ഉള്ളിലാണ് റിട്ടയർമെന്റ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് പോകണമെന്ന് കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വാദം ആ സമയത്ത് എന്തായിരുന്നു വെച്ചാൽ പ്രകാശ് സിംഗിന്റെ നിർദ്ദേശങ്ങൾ കേരള പോലീസ് ആക്ടുമായിട്ട് കൂട്ടി വായിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ 1 വർഷത്തെ സമയം തിരിച്ചു തരണം എന്നുള്ള ഒരു വാദമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷം കൂടി ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള വാദത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ പരാമർശിച്ചിട്ടില്ല. സുപ്രീം കോടതി വാദവും പരാമർശിച്ചിട്ടില്ല, അതിനുള്ള തീരുമാനവും പരാമർശിച്ചിട്ടില്ല. അതിനകത്ത് സെൻകുമാറിനെ സംബന്ധിച്ചൊരു അവ്യക്തതയുണ്ട്. അതിന് വേണമെങ്കിൽ സെൻകുമാറിന് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ഒരു വ്യക്തത വരുത്താം.